എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന സുബൈറിക്ക ബാലിനെ വിളിക്കുകയാണ്. ബാലിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുവാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നടന്ന സംഭവങ്ങളെ കുറിച്ചെല്ലാം പറയും. ഇനിയിപ്പോൾ പേടിക്കേണ്ടല്ല, ഇനിയിപ്പോൾ എന്തായാലും ആ പ്രദീപൻ ഇനി ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരത്തില്ല. ഇനിയിപ്പം ആരിന് ഒരു കുഴപ്പമില്ലാതെ റോഡിൽ കൂടെ നടക്കാന്നൊക്കെ പറയണം. വധഭീഷണിയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോഴാണ് ബാലിനൊരു സമാധാനമായത്. കാരണം ആകെപ്പാടെ ഒരു ടെൻഷനായിരുന്നു ഇത്ര സമയം. തന്റെ നേർക്കും തന്റെ കുടുംബത്തിന് നേർക്കും അതോടൊപ്പം തന്നെ ആരിന്റെ നേർക്കുണ്ടായ ആ ഒരു ഭീഷണിയൊക്കെ എന്താണ് ഇതോടുകൂടി അവസാനിച്ചെന്ന് മനസ്സിലായി. സുബൈറൊക്കെ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബാലേട്ടൻ വിളിക്കാൻ മറക്കരുതെന്ന് പറയണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുൻകൂർ തന്നെ പറഞ്ഞേരെ, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. ഇതേ ബാലേട്ടന്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ഈ സുബൈർ വെറുതെ ഇരിക്കത്തില്ലെന്ന് പറയണം. അങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ബാലൻ ഫോൺ വെക്കുന്നത്. അപ്പോഴാണ് ബാലിന് ശരിക്കും ഒരു ആശ്വാസമായത്. ഒരു പക്ഷേങ്കിൽ കൃത്യസമയത്ത് തന്നെ സുബൈർ അങ്ങോട്ട് ചെന്നില്ലായിരുന്നെങ്കിൽ ആരുടെയും മിത്രയുടെയും കാര്യം എങ്ങനെയായി തീർന്നേനും. ആകെപ്പാടെ ഒരു ടെൻഷനായി പോയി ബാലന്. അപ്പൊ സുബൈറുള്ള ആ ഒരു ധൈര്യത്തിലാണ് ഇനിയിപ്പം ആരും ഒന്നും പേടിക്കണ്ട, ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, ഗുണ്ടകൾ ഈ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇനി മേലെ കയറത്തില്ലെന്നൊക്കെ ബാലൻ ഗോമതിയോടും ആകാശിനോടും ആനന്ദിനോടും ഒക്കെ അത്ര ധൈര്യത്തോടെ പറഞ്ഞത് ഈ സുബൈറിന്റെ ധൈര്യത്തിലായിരുന്നു. ഈ സമയം മിത്ര എന്ത് ചെയ്യാണ്, മിത്ര മുറിയിലേക്ക് പോയി ടെസ്റ്റൊക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആരിനെ കൂടെ വന്നു. ആരിനെ കടം മിത്ര ചോദിച്ചു. ആരിനോട് ചോദിച്ചു, അല്ല ആരിനെന്തേലും വേണോ, കുടിക്കാനോ മറ്റോ എന്തെങ്കിലും വേണമെന്നേക്കും. വേണ്ടാന്ന് പറയാണ്. പിന്നീട് ആരും മിത്രനെ തന്നെ നോക്കുക. പെട്ടെന്ന് മിത്ര ചെന്താന്ന് ചോദിക്കണേ. ഒന്നും ഇല്ലാന്ന് പറയണേ. അല്ല നിനക്ക് പഠിക്കാൻ എന്തേലും പുസ്തകങ്ങൾ എന്തേലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയണേ. ഇത് കേട്ടത് മിത്ര പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റു. പിന്നെ ആരുടെ അടുത്തേക്ക് വന്നു. ആരിനോട്, അതെ ഇപ്പൊ തന്നെ ആരും നല്ല കഷ്ടപ്പാടില്ലെന്ന് എനിക്കറിയാം. ഓരോ ദിവസം തള്ളി നീക്കാനായിട്ട് ആരും നല്ല പെടാപ്പാട് വിടുന്നുണ്ടെന്നറിയാം. ഇനി വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം പഠിക്കാനുള്ളതൊക്കെ ഞാൻ ഫോണിനകത്ത് നോക്കി പഠിച്ചോളാന്ന് പറയേ. അത് ശരിയാവത്തില്ല, ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം IASന്റെ കോച്ചിങ് ഒക്കെ കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ ഒരു പ്രിലിമിനറി ഒക്കെ പാസ്സായി കയറാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, എവിടെയല്ലേ ലോണിന് അപ്ലൈ ചെയ്യാം. ലോണിന് അപ്ലൈ ചെയ്യണോ കുഴപ്പമില്ല, ഏതെങ്കിലും ബാങ്കിൽ ഞാനൊന്ന് ചോദിച്ചു നോക്കാന്ന് പറയാണ്. ഇത് കേട്ടത് മിത്രം, വേണ്ട ആര്യ, ഇപ്പൊ തന്നെ അല്ലെങ്കിൽ തന്നെ ആൻ്റെ തലേ നല്ല ഒന്നാന്തരം ലോഡായിരിക്കണേ. ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ലോണിനൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഇങ്ങനെ പഠിച്ചോളാന്ന് പറയണം. മിത്രയ്ക്ക് മനസ്സിലായി ആരും തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹക്കൂടലുകൊണ്ടാണ് ആരും ഇങ്ങനെയൊക്കെ പറയണേ. പിന്നീട് ആരും പറഞ്ഞു, അതേ ഒത്തിരി രാത്രിയാണ് നമ്മുടെ ഇരിക്കുന്നത് കേട്ടോ, കുറെ സമയം ഇരുന്ന് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറയണം. അത് തന്നെയല്ല, എന്തേലും രാത്രി ഒച്ചാനൊക്കെ എന്തെങ്കിലും പേടി തോന്നിട്ടുണ്ട് എന്നെ വിളിക്കാനും മറക്കല്ലെന്ന് പറയണം. പെട്ടെന്ന് മിത്ര ആന്റെ കണ്ണുകളിലേക്ക് ഇങ്ങ് നോക്കുക. എന്താ നീ നോക്കണേ നിൽക്കും. ഒന്നും ഇല്ലാന്ന് പറയണം. ആരും എന്തോ മിത്രയുടെ നോട്ടത്തെ അങ്ങോട്ട് ഉൾക്കാനായിട്ട് കഴിഞ്ഞില്ല. പെട്ടെന്ന് ആരിനെ അങ്ങോട്ട് മുഖം തിരിച്ചു. അവളുടെ കണ്ണിലേക്ക് നോക്കി കഴിയുമ്പോഴത്തേനും എന്തോ ഒരു സ്പാർക്ക് ഉണ്ടാകുന്ന പോലെ ആരിന് തോന്നി. അവളുടെ കണ്ണിലേക്ക് അതേ സമയം നോക്കി നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അവളുടെ തീക്ഷ്ണമായ കണ്ണുകളാന്ന് ആരിന് മനസ്സിലായി. പെട്ടെന്ന് ആരും പറഞ്ഞു, ശരി ഞാൻ പോയി കിടക്കാൻ പോവാന്ന് പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ആ സമയം മിത്ര പതുക്കൊന്ന് ചിരിച്ചു. മിത്രയ്ക്ക് മനസ്സിലായി ആരും തന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെങ്കിൽ അത് പുറമെ സമ്മതിക്കാനായിട്ട് പറ്റില്ല. അച്ഛന്റെ അതേ സ്വഭാവം തന്നെയാ. എത്ര ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും അത് പുറമെ പ്രകടിപ്പിക്കില്ല. അതിങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിലോ അത് മുൻപിൽ ആള് കാണുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണല്ലോ തന്റെ അങ്കിളിന്റെ സ്വഭാവം. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോ തന്നെ ബാലൻ നടക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അച്യുതനെ കാണുന്നത്. ബാലൻ വിടാനായിട്ട് കൂട്ടാക്കോ, കാരണം ഇത്രയും വലിയ പ്രകടനങ്ങളൊക്കെ നടത്തിയതല്ലേ. അച്ഛൻ്റെ അടുത്തേക്ക് എന്ന് ചോദിച്ചു. ഇന്നലെ കളിച്ച കളികളൊക്കെ പൊളിഞ്ഞ് പാളീസായി പോയല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, നീ അങ്ങനെ രക്ഷപ്പെട്ടെന്ന് കരുതണ്ടാ. നീ എന്നെ കുറിച്ച് എന്താടാ അച്യുത കരുതിയിരിക്കുന്നേ? എനിക്ക് ഒരു പിടിപാടുമില്ലെന്നോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നലെ നിന്റെ ഗുണ്ടകള് തലനാഴിക്കാൻ രക്ഷപ്പെട്ടു പോയത്. ഇനി മേലാല് ഇമാതിരി പണിയായിട്ട് വന്നേക്കരുത്. പണിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാലനാരാ നീ അറിയാൻ പോകുന്നുള്ളൂ. ഞാൻ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാ ഇന്നലെ നിന്റെ മോനും നീയൊക്കെ രക്ഷപ്പെട്ടു പോയേക്കുന്നത്. പക്ഷെ ഇനി എന്റെ കുടുംബത്തിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ജീവനോടെ കാണത്തില്ല. പറഞ്ഞു കേട്ടല്ലോ, എന്റെ മകനെതിരെ അങ്ങനെ ചെറുവിരൽ അനക്കിയിട്ടുണ്ടെങ്കിലോ നിനക്ക് ഒരിക്കലും ഒരു രക്ഷപ്പെടൽ ഉണ്ടാകത്തില്ലെന്ന് പറയണം. അത് കേട്ട അച്ഛൻ പറഞ്ഞു, നീ അങ്ങനെ ജയിച്ചെന്ന് വിചാരിക്കണ്ട. നിനക്ക് അതേ കാലം ഇങ്ങനെ ജയിച്ച് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പറയാം. അതേടാ, ഈ ബാലൻ ജയിച്ച് തന്നെ നിൽക്കും, അറിയാലോ. അതുകൊണ്ട് നീ പോവാൻ നോക്ക്. മേലാല് എന്റെ കുടുംബത്തിന് നേർക്ക് ഒരാക്രമണം ഉണ്ടാക്കല്ല എന്നും പറഞ്ഞുകൊണ്ട് അച്യുതനെ വെല്ലുവിളിച്ചിട്ട് അങ്ങ് കയറിപ്പോണം. അച്യുതന് എന്തെന്നില്ലാത്ത ദേഷ്യ സങ്കടമൊക്കെ തോന്നി. കാരണം എല്ലാം അവസാനിച്ചെന്ന് കഴിയുന്ന നിമിഷത്തിലാണ് ആ ഗുണ്ട വരുന്നത്. അയാൾ വന്നില്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായനോ. അവനും ഇവനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന പ്രദീപം പോലും ഒഴിഞ്ഞു മാറിയിരിക്കുന്നത്. കാരണം പ്രദീപന് പോലും ഈ പറയുന്ന സുബൈറിനെ പേടിയാണ്. അതെന്താണെന്ന് അറിയത്തില്ല. കാരണം എന്തോ ഒരു കാര്യമുണ്ടെന്ന്
അച്യുതനും മനസ്സിലാവുകയാണ്. പിന്നീട് രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോവാണ് മീനാക്ഷിയും ഗോമതിയും കൂടെ. അപ്പം ഗോമതിയോട് മീനാക്ഷി ചോദിച്ചു, അല്ല എന്ത് പറ്റിയമ്മ ഇന്ന് രാവിലെ തന്നെ? എന്റെ മോളെ ആകെപ്പാടെ പ്രശ്നമാണ് കുടുംബത്തിൽ, അറിയാലോ. ഇന്നലെ ആ ഗുണ്ടകളൊക്കെ വന്ന് അങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി. ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എത്രയാന്ന് പറഞ്ഞാലും ദൈവങ്ങളും ഇനിയിപ്പം നമ്മുടെ ഒപ്പോഴും തോന്നും. ബാലേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആരും ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് ബാലേട്ടൻ വിളിക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. എനിക്ക് ആകെപ്പാട് ടെൻഷനാന്ന് പറയണം. ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു, അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ? ആരിനും ഒരു കുഴപ്പമില്ല. ഒന്നും അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയല്ലേ അവനെ നോക്കാനായിട്ട് അവനറിയാന്ന് പറയാം. അതൊക്കെ നിനക്ക് പറയാം മീനാക്ഷി. ഒരു പെറ്റമ്മയുടെ വേദന പെറ്റമ്മയ്ക്ക് അറിയത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, അവൻ വീട്ടിൽ നിന്ന് അകന്ന് കഴിയുക. വീട്ടിലാണെങ്കിൽ എനിക്ക് എന്തൊരു സമാധാനം ഉണ്ടായിരുന്നു അറിയാവോ? അവനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനാ. പക്ഷെ ബാലേട്ടന് ഒരു ടെൻഷനും ഇല്ല. ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ബാലേട്ടൻ ആകെപ്പാട് കൂളായിട്ട് എടുത്തിരിക്കുന്നത്. ഭാഗ്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഇനി ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ക്ഷേത്രത്തിലേക്ക് പോവാം. അങ്ങനെ ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അങ്ങ് തിരിഞ്ഞു വരുമ്പത്തിന് അവിടെ സ്വാമി ഇരിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ സ്വാമീനെ കണ്ടതാ. പിന്നീട് സ്വാമിയുടെ അടുത്തേക്ക് ഗോമതി എല്ലുവാണ്. പിന്നെ സ്വാമി ചോദിച്ചു, എന്താ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. സുഖമാണ് സ്വാമി, പക്ഷെങ്കിൽ വീട്ടിൽ ചില പ്രശ്നങ്ങളും അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. എനിക്ക് എന്റെ മോനെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്നുണ്ട്. പക്ഷേങ്കിൽ എന്റെ ഭർത്താവ് ബാലേട്ടൻ സമ്മതിക്കുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാണ്. എന്റെ മോൻ എങ്ങനെയും തിരികെ വീട്ടിലേക്ക് വരണം സ്വാമി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ സ്വാമി പറഞ്ഞ, അതേ നിങ്ങളുടെ മോൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നിങ്ങളും കൂടെ ഒരു കാരണക്കാരി ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, ഇല്ലില്ല, ഞാൻ ഒരിക്കലും കാരണക്കാരി ആയിട്ടില്ലെന്ന് പറയണം. അല്ല നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം. ഇത് കേട്ടത് മീനാക്ഷി പെട്ടെന്ന് ഗോമതി പറഞ്ഞു, അമ്മയല്ല ആന്റിയും മിത്രയുടെയും കല്യാണം കഴിപ്പിച്ചു വിട്ടെ, അമ്മയല്ല എന്റെ കാരണക്കാരി. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, അല്ല അത് പിന്നെ സ്വാമി, അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് വിചാരിച്ചല്ല. പക്ഷെ അതിന്റെ പേരിലൊന്നും അല്ല ഇപ്പൊ ഇറക്കി വിട്ടിരിക്കുന്നു പറയണം. അതെ, അതൊരു കാരണമൊക്കെ തന്നെയാണ് ഇതിന്. പേടിക്കാതിരിക്കുക, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ മകന്റെ കൂടെ കൂടിയിരിക്കുന്ന രണ്ടുപേരും നല്ലൊരു ജീവിതം തന്നെയാ. നിങ്ങൾ ഒരു പക്ഷേങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് അവർ രണ്ടുപേരും തമ്മിൽ യോജിപ്പിച്ചിരുന്നെങ്കിലും അവർ തമ്മിൽ ചേരേണ്ട ബന്ധം തന്നെയാണ്. അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നല്ല സുഖമായിട്ട് ജീവിക്കും. അവർക്കൊരു ആപത്ത് സംഭവിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ഒരു സമാധാനം. പക്ഷേ ഇനിയും നിങ്ങൾ സൂക്ഷിക്കണം. ചില അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് പറയാം. പക്ഷെ അത് എന്താണെന്ന് മാത്രം സ്വാമി പറഞ്ഞില്ല. എന്താന്ന് ചോദിച്ചിട്ടൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. പിന്നീട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി മീനാക്ഷിയോട് പറഞ്ഞു, കണ്ടില്ലേ ആ സ്വാമി പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാവുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക. അതെ, ഈ സ്വാമിമാർക്ക് ചിലർക്ക് നല്ല സിദ്ധിയാണെന്ന് പറഞ്ഞാൽ ശരിയല്ലേ എന്ന് ചോദിക്കുക. അതെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് പ്രദീപന്റെ കോള് അച്യുതന്റെ ഫോണിലേക്ക് വരികയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇന്നലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പം ഞാൻ ആ കേസം കൂടെ വിട്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്യുതൻ പറയാം, അതെനിക്കറിയാടാ, ഇന്നലെ തന്നെ നീ അത് വിളിച്ചു പറഞ്ഞതല്ലേ. പക്ഷേങ്കിൽ അവന്റെ പുറയിൽ ആ സുബൈർ ആരാന്ന് എനിക്ക് അറിയണം എന്ന് പറയണം. ഇത് കേട്ട് ഞാൻ പ്രദീപം പറഞ്ഞു, അവനെ കുറിച്ച് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ. അവനൊരു അറിയപ്പെടുന്നൊരു ഗുണ്ട തന്നെയാണ്. അവനെ എല്ലാവർക്കും പേടി എന്റെ അച്യുതേട്ടാ. അവനെ കുറിച്ച് കേട്ടാൽ തന്നെ ഇവിടെയുള്ള ഗുണ്ടകൾക്കിടയിൽ തന്നെ ഒരു ഭയമാന്ന് പറയണം. പക്ഷെ അവരും ബാലിന് തമ്മിൽ എന്താ ബന്ധം? ബാലിനെ രക്ഷിക്കാനായിട്ട് ആ സുബൈർ വരണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. അവനുള്ളിടത്തോളം കാലം ഇനിയിപ്പോൾ ആ ബാലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. അവനില്ലാത്ത സമയത്ത് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അച്യുതേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, എന്നേലും ഒരു നിമിഷം വീണ് കിട്ടും. അന്നത്തേക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുക, ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയണം. അങ്ങനെ അച്യുതനെ ആശ്വസിപ്പിച്ചിട്ടൊക്കെയാണ് പ്രദീപം കോള് കട്ടിയുന്നത്. ഈ സമയം അലോകിനും വല്ലാത്ത ടെൻഷനായിരുന്നു. പദ്ധതികളും എല്ലാം പൊളിഞ്ഞു പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആകെപ്പാടെ ഒരു പ്രതീക്ഷയായിരുന്നു ഇന്നലെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുന്നു. ആ പ്രതീക്ഷയും പോയി. അങ്ങനെ സങ്കടത്തോട് കൂടിയിട്ടാണ് കമ്പനിയിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ കമ്പനിയിൽ ചെന്ന് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ സമയം മിഥുനും തന്റെ കൂട്ടാളികളോടും കൂടെ അലോകിനെ കാണാനായിട്ട് വരുവാണ്. മിഥുന്റെ ഫ്രണ്ട്സ് ചോദിച്ചു, അളിയ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലെ? നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ എന്താടാ, നമുക്ക് അലോകിനെ ആദ്യം കയ്യിലെടുക്കാം. അലോകിനെ ആര്യന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കര ശത്രുതയല്ലേ? അപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രം എന്നല്ലേ പറയണേ എന്ന് പറഞ്ഞു കണക്ക്. അതെ, അവരെന്ന് പോയി കയ്യിലെടുക്കണം എന്ന് പറയാം. പിന്നെ ഞാനും അവനും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ പലതും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അത് ശരിയാന്ന് പറയണേ. പിന്നെ അലോകിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുക. അലോകിനെ കണ്ടുകഴിഞ്ഞപ്പം അലോകിനെ ആദ്യം മനസ്സിലായല്ലോ മിഥുനെ കണ്ട്. പിന്നെ വിളിച്ച്, നീ ആ മിത്രയുടെ പുറകെ നടന്നവനല്ലേന്ന് ചോദിക്കും. ഇത് കേട്ട് ഞാൻ മിഥുൻ പറഞ്ഞു, അല്ല അത് പിന്നെ ഞാന് ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായെന്ന് പറയാ. ഇത് കേട്ട മിഥുൻ പറഞ്ഞു, അതെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ശത്രു അല്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ മിത്രമായിട്ടാ വന്നിരിക്കുന്നത്. എന്റെ ശത്രുവാണ് ആര്യൻ. എനിക്ക് അവനെ തുരുത്താനായിട്ട് നിങ്ങളുടെ സഹായം കൂടെ വേണമെന്ന് പറയാം. ഇത് കേട്ടോ അല്ലോ ഒരു നിമിഷം നമ്പരുന്നു. നീയോന്ന് ചോദിക്കണം. അതെ ഞാൻ തന്നെയാ. അതെ, നമ്മൾ രണ്ടും ഒരുമിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ ആ ആര്യനെ നമുക്ക് തുരുത്താൻ പറ്റുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലോ പറഞ്ഞു, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, നിന്നോടൊപ്പം ഞാൻ എന്തിനും ഏതിനും ഉണ്ടാവും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിഥുൻ പറഞ്ഞു, നീ എന്നോടൊപ്പം നിന്നാൽ മാത്രം മതി, ബാക്കി ഞാൻ ചെയ്തോളാം, ഫുൾ സപ്പോർട്ട് തന്നെ നിൽക്കണമെന്ന് പറയണം.
ഇത് കേട്ട അലോകിന് ഇതിപ്പോ ഒരു സന്തോഷം വേറെയില്ല. അങ്ങനെ അവർ രണ്ടും ചേർന്ന് പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുവാണ് ആരിനെ കൊടുക്കാനായിട്ടുള്ളേ. അങ്ങനെ മിഥുൻ പറഞ്ഞു, അവർ താമസിക്കുന്ന വീടൊക്കെ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലും. ഉറപ്പായിട്ട് ഞാൻ അവളെ തട്ടിക്കൊണ്ട് പോകുന്നു പറയണേ. ഇത് കേട്ടത് അലോക് പറഞ്ഞു, എന്ത് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും അവർ തമ്മിൽ സുഖമായി സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇതെന്റെ ഒരു വാശിയാണ്. നീ എനിക്ക് അത് സാധിച്ചു തരുവാണെങ്കിൽ നീ പറയുന്ന പൈസ വേണം ഞാൻ തരുമെന്ന് പറയണം. ഇത് കേട്ട് എന്തെന്നില്ലാത്ത സന്തോഷം ഇതിന്. കാരണം മിത്രേനെ ഒന്ന് സ്വന്തമാക്കേണ്ടത് തന്റെ ആവശ്യമാണ്. പോരാത്ത അതിന് പ്രതിഫലം കിട്ടുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. ഒരു കാര്യം ചെയ്യാം, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നീ ചെയ്യുക. അതിന് വേണ്ട സപ്പോർട്ടെല്ലാം ഞാൻ ചെയ്തു തരുമെന്ന് പറയണം. ചെയ്ത് കഴിഞ്ഞിട്ട് നീ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയണം. അങ്ങനെ സന്തോഷത്തോട് വിട്ട് മിഥുൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നേ. പക്ഷേങ്കിലും മിഥുനാണെങ്കിലും ഈ പറയുന്ന അലോകാണെങ്കിലും എന്തൊക്കെ തന്ത്രം പറഞ്ഞാലും ഇനിയിപ്പോൾ ആരിൻ്റെ അടുത്തൊന്നും നടക്കാൻ പോകുന്നില്ല. മാത്രമല്ല ആരിന് ഫുൾ സപ്പോർട്ടുമായിട്ട് ഇനിയിപ്പം സുബൈറൊക്കെ കൂടെ ഉണ്ട് ബാലന്റെയും കുടുംബത്തിലും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.